റമദാ പള്ളിക്കാർ ഇപ്പോൾ തുടങ്ങും ഹർത്താൽ എന്ന് പറഞ്ഞിട്ട്. ടാഡ ബ്രാക്കറ്റിൽ വരുന്ന ആളാണ് ഈ സുലൈമാൻ. പിന്നെ എന്തിനാണ് സാർ ഡിസ്കഷൻ? സർ ടാഡ ആൻഡ് വെരി കോംപ്ലിക്കേറ്റഡ്. വിൽ ഹാവ് ടു ഹാൻഡ് ഔട്ട് ടു സം സെൻട്രൽ ഏജൻസി ദെൻ. ശിവരാമി റമദാ പള്ളി ഏരിയ കണ്ടിട്ടുണ്ടോ? സർ സം ടൈം ബാക്ക് ഒരു പൈറസി റെയ്ഡിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് സീഡ് എന്തെങ്കിലും കിട്ടിനാ? കിട്ടൂല. നിങ്ങൾക്ക് നല്ല ഒരു പോലീസിന് അങ്ങോട്ട് കയറി സുലൈമാൻ സമ്മതിക്കില്ല. സർ 2 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അറിഞ്ഞുകൊണ്ട് നമ്മളോട് ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കണം. സർ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. ഒരു കലാപത്തിനും നമ്മൾ നിൽക്കൂല. ഒന്നുകിൽ എല്ലാ നിയമവശവും നോക്കി സുലൈമാൻ ഒരു ജീവപര്യന്തം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ റിമാൻഡ് കാലാവധിക്കുള്ളിൽ സ്വാഭാവികമായിട്ട് മരിക്കുക. റമദാ പള്ളിയിൽ 144 പ്രഖ്യാപിക്കാൻ ഇവിടെ എന്താ ഗുണ്ടകളാണോ ജീവിക്കുന്നത്? ഈ സർക്കാർ നമ്മുടെ വിഭാഗത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. ഒരു ചെറുജീവിയെ പോലും നോവിക്കാത്ത അലീക്കെതിരെ ടാഡ ചുമത്താനാണ് പദ്ധതി. ടാഡ എന്ന് പറഞ്ഞ ആയുധം കൈവശം വെച്ചു എന്നതാണ് കുറ്റം. എന്തായുധം? മനുഷ്യ സ്നേഹം എന്ന ആയുധമല്ലാതെ അലീക്കയുടെ കയ്യിൽ വേറെ എന്തുണ്ട്? കാലത്ത് വിയൂർക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. സെക്യൂരിറ്റി പ്രോബ്ലം കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ട്. നീ വക്കീലിനെ വിളി.